ഖുർആൻ യാത്രയുടെ 23-ാം ദിവസം സൂറത്തു യാസീനിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ, സൂറത്തു സോഫാത്ത്, സൂറത്തു സ്വാദ്, സൂറത്തു സുമറിൻ്റെ ആദ്യ ഭാഗങ്ങൾ. ഇതാണ് 23-ാം ജുസ്. മരണാനന്തര ജീവിതത്തിൻ്റെ തെളിവുകളെക്കുറിച്ചും വിധി ദിനത്തിലെ പ്രത്യേക അവസ്ഥകളെക്കുറിച്ചും പ്രവാചകന്മാരുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെക്കുറിച്ചും അവർ കാണിച്ച ക്ഷമയെക്കുറിച്ചും പരാമർശിക്കുന്ന ഭാഗമാണ് ഈ ജുസ്ഇൽ പ്രധാനമായും ഉള്ളത്. അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിൻ്റെ തെളിവായി സൂര്യനും ചന്ദ്രനും പരസ്പരം കൂട്ടിമുട്ടാതെ അവയുടെ വഴികളിൽ നീങ്ങുന്നതിനെക്കുറിച്ചുള്ള പരാമർശം സൂറത്തു യാസീനിൻ്റെ 40-ാം സൂക്തത്തിലുണ്ട്. പുനരുത്ഥാന നാളിലെ കാഹളം മുഴങ്ങുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കേണ്ടി വരുന്ന ദൃശ്യത്തെ മനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട് 51-ാം സൂക്തം. സ്വർഗവാസികളെക്കുറിച്ചുള്ള പരാമർശത്തിൽ 55-ാം സൂക്തം പറയുന്നത് അവർ സന്തോഷമുള്ള ഇടപാടുകളിൽ വ്യാപൃതരായിരിക്കും എന്നാണ്. വായ പൂട്ടപ്പെടുകയും കൈകളും കാലുകളും സാക്ഷി പറയേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ ഖിയാമത്ത് നാളിൽ ഉണ്ടാകുമെന്ന് 65-ാം സൂക്തം പറഞ്ഞു വെക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഉണ്ടാകൂ എന്ന ഒരൊറ്റ കൽപ്പന മാത്രം മതി, അതുണ്ടായി തീർന്നു എന്ന് കുൻ ഫയക്കൂൻ എന്ന പരാമർശം മുൻനിർത്തി 82-ാം സൂക്തം സൂറത്തു യാസീനിനൊടുവിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കായി അണിനിരന്ന് നിൽക്കുന്ന മാലാഖമാരെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് സൂറത്തു സോഫാത്ത് തുടങ്ങുന്നത് തന്നെ. ആകാശരഹസ്യങ്ങൾ കേൾക്കാതെ പിശാചിൻ്റെ പരിധി വെച്ചതിനെക്കുറിച്ച് 7-ാം സൂക്തം ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. സ്വന്തം പുത്രനെ ബലിയെറുക്കാൻ തയ്യാറായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ സമർപ്പണത്തെക്കുറിച്ചും മകൻ ഇസ്മായിലിൻ്റെ അനുസരണത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് ഈ സൂറത്തിൽ തന്നെയാണ്. പ്രവാചകൻ ദാവൂദ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം സാമാന്യം വിശദീകരിക്കുന്ന സൂറത്താണ് സൂറത്തു സ്വാദ്. 2 ആടുകളുടെ ഉടമസ്ഥർ തമ്മിലുണ്ടായ തർക്കം വളരെ രമ്യമായി ഒപ്പം നീതിയുക്തമായി അദ്ദേഹം പരിഹരിച്ചതിനെക്കുറിച്ച് ഈ സൂറത്ത് പരാമർശിക്കുന്നുണ്ട്. ആകാശഭൂമികൾ കളിതമാശയായി സൃഷ്ടിക്കപ്പെട്ടതല്ലെന്നും അള്ളാഹുവിന് അതിനു പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ടെന്നും വിശദീകരിക്കുകയാണ് 27-ാം സൂക്തം ചെയ്യുന്നത്. സൂറത്തു സുമറിലേക്ക് എത്തുമ്പോഴാകട്ടെ ആരാധനകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണമെന്നും ഇഖ്ലാസോടുകൂടിയായിരിക്കണമെന്നുള്ള പരാമർശത്തോടു കൂടിയാണ് സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ. 3 ഇരുട്ടുകൾക്കുള്ളിലെ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ച് സൂറത്തു സുമറിൻ്റെ ആദ്യ ഭാഗം സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ കേൾക്കുന്ന മാത്രയിൽ വിശ്വാസികളുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമെന്ന പരാമർശം നടത്തിയ ശേഷമാണ് ഈ ജുസ് അവസാനിക്കുന്നത്.